12 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും 89 മണ്ഡലങ്ങളിൽ ഇന്ന് നിശബ്ദ പ്രചരണമാണ്. നാളെ പോളിംഗ് ബൂത്തിലേക്ക് കടക്കുകയാണ്. അതോടൊപ്പം എടുത്തു പറയേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ക്ലീൻ ചിറ്റ് തന്നെയാണ്. നരേന്ദ്രമോദി മതത്തിന്റെ പേരിൽ വോട്ട് തേടിയതായി കണക്കാക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ രണ്ട് വാർത്തകളും സംബന്ധിച്ച് വിശദാംശങ്ങൾ. രോഹിണി സൂചിപ്പിച്ച പോലെ തന്നെ 12 സംസ്ഥാനങ്ങളിലെ 88 മണ്ഡലങ്ങൾ കൂടാതെ ഒരു കേന്ദ്രഭരണ പ്രദേശം, അങ്ങനെ 89 മണ്ഡലങ്ങളിലാണ് നാളെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഇന്നലെ ഇതിൻ്റെ പരസ്യ പ്രചരണം അവസാനിച്ചു. ഇന്നിപ്പോൾ നിശബ്ദ പ്രചരണത്തിൻ്റെ ദിനങ്ങളാണ്. കേരളത്തിൽ മാത്രമായിരുന്നു കുട്ടിക്കലാശം പോലുള്ള വലിയ ആഘോഷങ്ങളായിട്ടുള്ള ചടങ്ങുകൾ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ 89 മണ്ഡലങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള മണ്ഡലങ്ങളിലൊന്നും തന്നെ ഇത്തരത്തിലുള്ള കുട്ടിക്കലാശങ്ങളോ മറ്റോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇന്നിപ്പോൾ നിശബ്ദ പ്രചരണത്തിൻ്റെ ദിനങ്ങളാണ്. ഇതിൽ കേരളത്തിലെ 20 മണ്ഡലങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും അധികം മണ്ഡലങ്ങൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കർണാടകയിലാണ്. കർണാടകയിൽ 14 മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിനുശേഷം പരിശോധിച്ചാൽ രാജസ്ഥാനിൽ 13 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഉത്തർപ്രദേശിലെ 8 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. മഹാരാഷ്ട്രയിലും അതേപോലെ തന്നെ 8 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. മധ്യപ്രദേശിലെ 7 മണ്ഡലങ്ങളിലും ബീഹാറിലും ആസാമിലും 5 മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നു. പശ്ചിമ ബംഗാളിൽ 3ഇടത്തും, ഛത്തീസ്ഗഡിൽ 3ഇടത്തും, ത്രിപുരയിൽ ഒരിടത്തും, അതേപോലെ തന്നെ മണിപ്പൂർ ഒരിടത്തും, കൂടാതെ ജമ്മു ആൻഡ് കാശ്മീരിലെ ജമ്മു മണ്ഡലത്തിലുമാണ് ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം എന്നുള്ളത് രാജസ്ഥാനിൻ്റെ കോട്ടയിൽ മത്സരിക്കുന്ന അല്ലെങ്കിൽ രാജസ്ഥാനെ കോട്ട മണ്ഡലത്തിലേക്കാണ് ശ്രദ്ധകൾ കൂടുതലായി എത്തുന്നത്. നിലവിൽ ഇപ്പോൾ ഓം ബിർള സ്പീക്കറായിരിക്കുന്ന ഓം ബിർള അദ്ദേഹം മത്സരിക്കുന്ന സ്വാഭാവികമായും എല്ലാ കണ്ണുകളും കോട്ടയിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കഴിഞ്ഞ 2002 ടേണായിട്ട് അവിടെ ഓം ബിർള ജയിച്ചു വരുന്നു. ആദ്യ തവണ 2 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണെങ്കിൽ പിന്നീട് അത് കഴിഞ്ഞ തവണ 2019 അത് 3 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിക്കൊണ്ടായിരുന്നു അദ്ദേഹം വിജയിച്ചത്. അങ്ങനെ കോട്ട ശ്രദ്ധേയമാകുന്നു. ഇത്തവണ ഹാർട്ടിക് വിജയം, അതും വൻ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്ന മണ്ഡലമാണ് കോട്ട എന്നുള്ളത്. മാത്രമല്ല BJPയുടെ സ്റ്റാർ താരങ്ങളെത്തി പ്രചരണം നടത്തിയ മണ്ഡലമാണ് കോട്ട എന്നുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം കർണാടകത്തിലാണ്. കർണാടകത്തിലെ മാണ്ഡിയിൽ അവിടെ മുൻ മുഖ്യമന്ത്രി കുമാരസ്വാമി മത്സരിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഏറെ പ്രത്യേകത. അവിടെ NDAയുടെ ഭാഗമായി കുമാരസ്വാമി മത്സരിക്കുമ്പോൾ വലിയ വിജയ പ്രതീക്ഷകൾ തന്നെയാണ് മാണ്ഡിയിൽ നിന്നും നൽകാനുള്ളത്. ഒപ്പം മറ്റൊരു മുൻ മുഖ്യമന്ത്രി കൂടി മത്സരിക്കുന്നു. ഛത്തീസ്ഗഡിലെ രാജ്നന്ദ്ഗാവിലാണ് മത്സരം നടക്കുന്നത്. ഭൂപേഷ് ബാഗൽ അവിടെ കോൺഗ്രസിന് വേണ്ടി വോട്ടു തേടുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം കേരളത്തിലെ സ്വാഭാവികമായും വയനാടാണ്. ദേശീയ തലത്തിൽ ശ്രദ്ധയാകർഷിക്കുന്ന മണ്ഡലമാണ് വയനാട്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അവിടെ മത്സരിക്കുന്നു. ഒപ്പം തന്നെ രാഹുൽ അവിടെ മത്സരിക്കുന്നു. പിന്നെ ഒരു BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുന്നത് പശ്ചിമ ബംഗാളിലാണ്. പശ്ചിമ ബംഗാളിൽ സുവേന്ദു അവിടെ മത്സരിക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രത്യേകത. അതുകൂടാതെ തന്നെ മറ്റ് യുവമോർച്ചയുടെ ദേശീയ അധ്യക്ഷൻ തേജസ്വി യാദവ് ബാംഗ്ലൂർ സൗത്ത് മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്നു. ഒപ്പം രാമായണം സീരിയലിൽ രാമനായി വേഷമിട്ട അരുൺ ഗോവിൽ ഉത്തർപ്രദേശിലെ മീററ്റിൽ നിന്നും ജനവിധി തേടുന്നു. ഒപ്പം ഹിന്ദി സിനിമാ നടി, അതേപോലെ തന്നെ വലിയ താരപ്രശസ്തിയുള്ള നടി എന്ന് വേണം വിശേഷിപ്പിക്കുവാൻ, ഉത്തർപ്രദേശിലെ തന്നെ മധുരയിൽ നിന്നും ഹേമമാലിനി മത്സരിക്കുന്നു. ഇങ്ങനെ സ്റ്റാർ മണ്ഡലങ്ങളിലൊക്കെ ഏതാണ്ട് സ്റ്റാർ മണ്ഡലങ്ങൾ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളാണ് ഈ 89 മണ്ഡലങ്ങൾ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെയെല്ലാം BJP വളരെ വിജയപ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്ന മണ്ഡലങ്ങളാണ്. ഈ മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ കഴിഞ്ഞ തവണ 62 മണ്ഡലങ്ങൾ, ഈ 89 മണ്ഡലങ്ങളിൽ 62 NDA ഭരണമുള്ള മണ്ഡലങ്ങളായിരുന്നു. 55 BJP ഒറ്റയ്ക്ക് മത്സരിച്ച് വിജയിച്ച മണ്ഡലങ്ങളാണ് എന്നുള്ള പ്രത്യേകതയുണ്ട്. സ്വാഭാവികമായും ഈ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പും BJPക്ക് അനുകൂലമാകുവാനുള്ള എല്ലാ സാധ്യതകളുമാണ് കാണുന്നത്. അതേപോലെ തന്നെ പ്രധാനമന്ത്രി ഇന്ന് 2 സംസ്ഥാനങ്ങളിലായിട്ട് 4 റാലികളിൽ പങ്കെടുക്കുന്നു. സ്വാഭാവികമായും ഇവിടെ വിമർശനങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് BJPയുടെ പ്രധാനമന്ത്രി അടക്കമുള്ള നേതാക്കളുടെ ഭാഗത്തു നിന്നും കോൺഗ്രസിനെതിരെ വന്ന യാഥാർത്ഥ്യമായ വിമർശനങ്ങൾ അത് കൃത്യമായി തന്നെ പരിശോധിക്കുമ്പോൾ അവിടെ കോൺഗ്രസിനെ വിമർശിച്ചതൊക്കെ തന്നെ ഈ ഭൂരിപക്ഷ സമുദായത്തെ അവഹേളിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് അല്ലെങ്കിൽ ന്യൂനപക്ഷ പ്രീണനം നടത്തുന്ന കോൺഗ്രസിൻ്റെ നിലപാടിനെയാണ് പ്രധാനമന്ത്രി അടക്കം വിമർശിച്ചത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം വ്യക്തമാക്കിയത് കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ മുസ്ലിം ലീഗിൻ്റെ മുദ്ര പതിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വിമർശനങ്ങളായിരുന്നു അദ്ദേഹം നടത്തിയത്.
ഇതിലെല്ലാം ഉപരി തന്നെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ BJPയുടെ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ തന്നെ ഈ മണ്ഡലങ്ങളൊക്കെ തന്നെ പിടിച്ചു കയറാൻ ധാരാളമാണ് എന്നുള്ളൊരു വിലയിരുത്തൽ തന്നെയാണ് BJP നേതൃത്വത്തിനുള്ളത്. കഴിഞ്ഞ 10 വർഷക്കാലവും ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച ഓരോ വാഗ്ദാനങ്ങളും പാലിച്ച് അല്ലെങ്കിൽ അത് നിറവേറ്റിയതിൻ്റെ ആ ഒരു മഹിമ അല്ലെങ്കിൽ അത് ജനങ്ങൾ തിരിച്ചറിയും അല്ലെങ്കിൽ ജനങ്ങൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് വോട്ടിങ്ങിലേക്ക് കടക്കുമെന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് BJPക്കുള്ളത്. മാത്രമല്ല ഇനി വരാൻ പോകുന്ന വർഷങ്ങളിലും BJP മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ അത് ഇതിനോടകം തന്നെ ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരേപോലെ പരിഗണിക്കുന്ന രീതിയിലുള്ള പദ്ധതികൾ നടപ്പാക്കുന്നു. ആ പദ്ധതികൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ വിജയത്തിനും അല്ലെങ്കിൽ തുടർന്നുള്ള വിജയത്തിനും ഒക്കെ തന്നെ കാരണമാകാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതാണ്ട് 84 കോടി ജനങ്ങൾക്കാണ് സൗജന്യ റേഷൻ നൽകിയതും അതേപോലെ തന്നെ ഏതാണ്ട് 40-ലധികം കോടി ജനങ്ങൾക്ക് ഇതിനോടകം തന്നെ ജൻധൻ അക്കൗണ്ട് നൽകി. അതേപോലെ തന്നെ ഏതാണ്ട് 34 ലക്ഷം കോടി രൂപയാണ് ജനങ്ങളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് നൽകിയിട്ടുള്ളത്. ഇങ്ങനെ ഓരോ തരത്തിലും അതേപോലെ തന്നെ സാധാരണക്കാരുടെ ഓരോ പ്രശ്നങ്ങളും കൃത്യമായി തന്നെ അഡ്രസ്സ് ചെയ്യുവാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ ഇതിനോടകം തന്നെ 14 കോടി വീടുകളിലധികം നിർമ്മിച്ചു നൽകി കഴിഞ്ഞു. അതേപോലെ തന്നെ സാധാരണക്കാർക്ക് ഇനി അല്ലെങ്കിൽ വരുന്ന ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്ന് പറയുന്നത് 5 വർഷത്തേക്കുള്ള സൗജന്യ റേഷൻ തന്നെയാണ്. ഒപ്പം തന്നെ റേഷൻ ഉൾപ്പെടെ ഇതിന് എല്ലാം ഉപരി സാധാരണക്കാരുടെ വീടുകളിൽ സൗജന്യമായി വൈദ്യുതി എത്തിക്കുക എന്നുള്ള പ്രഖ്യാപനം, ഇങ്ങനെ നിരവധി പ്രഖ്യാപനങ്ങൾ മുമ്പിൽ നിൽക്കുന്നുണ്ട്. മാത്രമല്ല ദേശീയ തലത്തിൽ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ അന്തർദേശീയ തലത്തിലേക്ക് പോകുമ്പോൾ അവിടെ രാജ്യത്തിന് ലഭിച്ചിരുന്ന ഒരു സ്വീകാര്യത, ആ ഒരു സ്വീകാര്യത കഴിഞ്ഞ 10 വർഷം മുമ്പുള്ള ഒരു കാഴ്ചപ്പാടല്ല ഭാരതത്തോട് ഇപ്പോൾ മറ്റുള്ള രാഷ്ട്രങ്ങൾക്ക് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് പല വേദികളിലും പ്രകടമായതാണ്. മാത്രമല്ല G20 നടത്തിക്കൊണ്ട് ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഭാരതം ഒരു ഗുരുസ്ഥാനത്തേക്ക് ഉയർന്നു നിൽക്കുവാൻ സാധിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇത്തരം യാഥാർത്ഥ്യങ്ങളെല്ലാം നിൽക്കുമ്പോഴും പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങൾ, അത്തരം ആരോപണങ്ങൾ ഒന്നും തന്നെ എവിടെയും വിലപ്പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 1ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തന്നെ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു BJP NDA ക്യാമ്പുകളുള്ളത്. ഇനിയിപ്പോൾ 2ാം ഘട്ടം നാളെ നടക്കുമ്പോൾ അതിൻ്റെ പ്രചരണ പരിപാടികളുമായി BJPയുടെ നേതാക്കൾ ഇതിനോടകം തന്നെ പല അതെ, നന്ദൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടത്തിൽ ദേശീയ നേതാക്കളും താര സ്ഥാനാർത്ഥികളും ഒക്കെ തന്നെയാണ് മാറ്റുരയ്ക്കുന്നത്.